വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ അച്ഛനുണ്ട് കേട്ടോ. അച്ഛനെ കണ്ടാൽ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു കുക്കിംഗ് വീഡിയോ സെറ്റപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഡിഷ് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ. ആ ഡിഷിന്റെ നെയിം അച്ഛൻ പറയും. അച്ഛൻ എന്താ അച്ഛൻ ഉണ്ടാക്കുന്നത്? പുലാവും ഇഞ്ചിക്കറിയും. പുലാവും ഇഞ്ചിക്കറിയും നവോദയ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. അതാണ് ഇന്ന് അച്ഛൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? റെഡിയാ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. 1 കിലോ പച്ചരി, ഒരു 10 ബീൻസ്, ഒരു ചെറിയ ബീട്രൂട്ട്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു 2 ക്യാരറ്റ്, 2 തക്കാളി, 2 വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഒരു 4 കഷ്ണം പട്ട, 4 ഏലക്കായി, ഒരു 5 ഗ്രാമ്പു. നമ്മളിത് ചെയ്യാൻ പോണത് കുക്കറിലാണ്. പക്ഷേ കുക്കറിലാകുമ്പോൾ എളുപ്പത്തിലാവും. അതുകൊണ്ട് നമുക്ക് കുക്കറിലേക്ക് ചെയ്യാം. നമുക്കിനി ഓയിൽ ഒഴിക്കാം. ഒരു 50 ഗ്രാം ഓയിലാണ് വേണ്ടത്. ഇടാൻ പോണ പട്ടയും ഏലക്കായും ഗ്രാമ്പുമാണ്. നമ്മൾ പട്ടയും ഗ്രാമ്പും ഇട്ടു. അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം 5 പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഉള്ളി, ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്നു കഴിഞ്ഞു. ഇനി തക്കാളി ഇടാം. അതിലൂടെ എല്ലാ വെജിറ്റബിൾസും ഇടാം. ബീൻസ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പട്ടാണി 1 കപ്പ്, ഗ്രീൻ പീസ് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കാം. ഉള്ളി വെജിറ്റബിൾസ് എല്ലാം ഒരുവിധം വതങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്. ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ 1 ബൗൾ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1.25 ബൗൾ വെള്ളം ഒഴിക്കണം. 1 ബൗൾ അരിക്ക് 1.25 വെള്ളം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇത് ഉപ്പ് പാകത്തിന് നോക്കിയിട്ടിടാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഈ അരി ഇതിലേക്ക് ഇടാം. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾക്ക് കുക്കറിൻ്റെ മൂടി ഇടാം. കുക്കറിലായതുകൊണ്ട് 1 വിസിൽ വന്നത് ഓഫാക്കണം. അത് കഴിഞ്ഞാൽ ആ വിസിൽ കംപ്ലീറ്റ് പോകുന്നവരെ വെച്ച ശേഷമേ ഇത് തുറക്കാൻ പാടൂ. നമുക്ക് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പുലാവ് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട ഇഞ്ചിക്കറി റെഡിയാക്കാം. ഇഞ്ചിക്കറിക്ക് വേണ്ട സാധനങ്ങൾ: ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, 2 ഉണക്കമുളക്, ഒരു തക്കാളിൻ്റെ വലിപ്പത്തിന് പുളി എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കുക. അതിൽ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും വേണം. 1 വെല്ലം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയ ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക്, ഉണക്കമുളക്, ഇഞ്ചി ഇതിട്ട് നല്ലോണം വതങ്ങുന്നവരെ ഇളക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഉണക്കമുളകും എല്ലാം നന്നായി ഒന്ന് വഴഞ്ഞു വന്നു കഴിഞ്ഞു. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം ചേർക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ പുളിവെള്ളം ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. അതിൽ പുളിവെള്ളം ചേർക്കാം. ഇനി ആ വെല്ലം അതിലിടാം.
ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഓഫാക്കാം. ഈ വെല്ലം നമ്മൾ കട്ടായതുകൊണ്ട് അത് അലിയുന്ന വരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പൊടിച്ചിട്ടാലും മതി, അപ്പോൾ പെട്ടെന്നാവും. ഇത് തിളയ്ക്കുമ്പോഴേക്കും ആവും, ഈ വെല്ലം പിന്നെ അലിഞ്ഞു വരും, അല്ലെങ്കിൽ നമ്മൾ കുത്തിപ്പൊടിച്ചിട്ടാലും മതി. തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം. നമ്മുടെ ഇഞ്ചിക്കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്കിനി തുറന്ന് നോക്കാം. എല്ലാം പോയി, കുക്കറിൽ തുറന്നു. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ പുലാവെല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷെ അത് കുക്കറിലായതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ വെക്കാൻ പറ്റില്ല. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് വേവ് കൂടിപ്പോവും. അതുകൊണ്ട് നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുലാവിൻ്റെ കൂടെ ഇഞ്ചിക്കറി മാത്രമൊന്നുമല്ല കേട്ടോ, സലാഡും ചിക്കൻ കറിയും എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷായി കൂട്ടാൻ പറ്റും. പക്ഷേ ഈ ഇഞ്ചിക്കറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.